നമസ്കാരം. സ്നേഹസ്പർശത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റോഡ് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഒട്ടേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിൽ പരുക്കേറ്റ 2 പേരുടെ ജീവിത ചിത്രമാണ് സ്നേഹസ്പർശത്തിൻ്റെ ഈ എപ്പിസോഡിൽ. ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിൻ്റെ ജീവിതകഥയാണ് സ്നേഹസ്പർശത്തിൽ ഇന്നാദ്യം. പാലക്കാട് ജില്ലയിലെ കോട്ടപ്പുറത്ത് ഗുണശേഖരൻ എന്ന യുവാവിന് 10 വർഷം മുമ്പ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് തലയിൽ ഗുരുതരമായ പരിക്കേൽക്കുകയായിരുന്നു. തലയുടെ വലതുവശം തലയോട്ടി പൊട്ടി. പിന്നീട് നീണ്ട ചികിത്സയിലൂടെ ജീവിതം തിരിച്ചു കിട്ടുകയായിരുന്നു. ഗുണശേഖരന് ഇനിയും ഒരു സർജറി കൂടി ചെയ്യണം. അതിനുള്ള സാമ്പത്തിക ശേഷിയില്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ യുവാവിൻ്റെ കുടുംബം. മുപ്പത്താറുകാരനായ ഗുണശേഖരന് ഇത് 2ാം ജന്മമാണ്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് അത്രമാത്രം ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ യുവാവ്. പാലക്കാട് കോട്ടപ്പുറം കരിമ്പുഴ പഞ്ചായത്തിൽ ലൈഫ് മിഷനിലൂടെയും നാട്ടുകാരുടെയും സഹായത്തോടെ പൂർത്തിയാക്കിയ വീട്ടിലാണ് ഗുണശേഖരനും അമ്മ പഴനിയമ്മാളും കഴിയുന്നത്. തിരുപ്പൂരിൽ ഒരു ബനിയൻ കമ്പനിയിലായിരുന്നു ഗുണശേഖരന് ജോലി. രാത്രി 8:30 ജോലി കഴിഞ്ഞ് സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. 10 വർഷം മുമ്പാണ് അപകടം നടന്നത്. ഒരു കാർ ഇവർ സഞ്ചരിച്ച ബൈക്കിലേക്ക് വന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. 2010 ശനിയാഴ്ച വന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 9 മണിക്ക് ബൈക്ക് ഓട്ടിപ്പോകുമ്പോൾ കാറ് ബാക്കിൽ വന്ന് ഇടിച്ച് ഈ സിമൻറ്റ് റോഡിൽ നിന്ന് ഇവിടെ നിന്ന് 75 മീറ്റർ ബൈക്കിൽ തന്നെ അങ്ങനെ താഴത്ത് ഇങ്ങനെ പോയി അങ്ങനെ അടിച്ച് വീണു. അപ്പോൾ അടിച്ച് വീണ് തലയോട് പൊടിയായി. അപ്പോൾ ആ കാറുകാരൻ അവൻ അടിച്ച് വിട്ട് ഓടി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗുണശേഖരനെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരെല്ലാം കൈയൊഴിയുകയായിരുന്നു. ജീവിക്കുമെന്ന് തന്നെ പ്രതീക്ഷയില്ലാത്ത അവസ്ഥ. പിന്നീട് കോയമ്പത്തൂർ രാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചാണ് അപകടനില തരണം ചെയ്തത്. ആക്സിഡൻറ്റ് പറ്റിയതും ആകെ അവന് ജീവനില്ല എന്ന് പറഞ്ഞ് അവിടെ കടന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോയി അവനെ എല്ലാ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി നോക്കിയപ്പോൾ 3-4 ഹോസ്പിറ്റലിലും കൊണ്ടുപോയി എല്ലായിടത്തും തിരിച്ചയച്ചു. എൻ്റെ കുട്ടീനെ ജീവിക്കില്ല എന്ന് പറഞ്ഞ് അവസാനം ഒരു നല്ല മനസ്സുള്ള ഒരു കുട്ടിയാണ് അവൻ്റെ ഒരു സുഹൃത്തുമാരി വേഗം കോയമ്പത്തൂർ രാമകൃഷ്ണ ആസ്പത്രി കൊണ്ടുപോയാൽ ജീവിക്കാൻ മാർഗം ഉണ്ടാവും, വേഗം കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി 3 മാസം എൻ്റെ കുട്ടി കോമാവിലിരുന്ന് ഞാൻ ഒരു 2 സ്ഥലമൊക്കെ എൻ്റെ കുട്ടി നല്ലപോലെ തെണ്ടിക്കുന്ന സമയത്ത് മേടിച്ചിട്ട സ്ഥലങ്ങളൊക്കെ ഒന്നുമില്ലാതെ കണ്ട് വിറ്റ് 10-18 ലക്ഷത്തോളം ചെലവ് ചെയ്ത് അവനെ രക്ഷപ്പെടുത്തി. അപകടത്തിൽ ഗുണശേഖരനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിന് വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് ഗുണശേഖരന്റെ മറ്റു സുഹൃത്തുക്കളെ വിളിച്ച് കോയമ്പത്തൂർ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. 3 സർജറികൾ ചെയ്തു. ഗുണശേഖരൻ 3 മാസത്തിലധികം കോമ സ്റ്റേജിലായിരുന്നു. സർജറിക്കും ചികിത്സയ്ക്കുമായി വലിയ തുക തന്നെ വേണ്ടി വന്നു. മക്കളെല്ലാം ചേർന്ന് നല്ല മനുഷ്യരെല്ലാവരും ചേർന്ന് കുറച്ച് സഹായിച്ച് അപ്പോൾ അതിലും പിന്നെയും കയ്യിലൊന്നും പൈസയൊന്നുമില്ല. അങ്ങനെ ഡോക്ടർമാരൊക്കെ കുറച്ച് മനസ്സ് വെച്ചു. ഓപ്പറേഷൻ 2ാമതൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും തലയിലെ 2 ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെയും തലയിലെ പഴുപ്പ് കടന്ന് കുട്ടിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ഇക്കട്ടായ ഒരു സൂழ்நிலை വന്നു. 3ാമതും ആ ഓട് എടുത്ത് കളഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തോളം അതിനും ചിലവായി. അതിനും കുറച്ച് മുഖ്യമന്ത്രിയുടെ പൈസയും കുറച്ച് ഒരു 50,000 രൂപ മുഖ്യമന്ത്രി കൊടുത്തു. ബാക്കിയെല്ലാം ഞങ്ങൾ മക്കളെല്ലാവരും ഇങ്ങനെ കൈ കാട്ടി ഞാൻ ഓരോരോ സ്ഥലത്തും മേടിച്ച് ആ ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്ക് ഇന്നീ ഒരു ഓപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം വേണം.
അതുകൂടാതെ ചിലവ് എല്ലാതും ഉണ്ട്. അവിടെ പോയി കിടക്കണം, ഗുളികകളുണ്ട്. അതൊന്നും ഞാൻ മക്കളുടെ അടുത്ത് പറയണില്ല. എൻ്റെ കുട്ടിക്ക് ഈ ഒരു സഹായം, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അങ്ങനെ നടക്കും. പക്ഷെ പണിയൊന്നും എടുക്കാൻ വയ്യ, വിക്സുള്ളതാണ്. അങ്ങനെ എവിടെ വീഴുന്നറിയില്ല. നിത്യ ചികിത്സയിൽ അങ്ങനെ ഇരിക്കാൻ അവന് ജീവനോടെ ഇരിക്കണമല്ലോ എന്നുള്ള ഒരു പ്രദേശത്തിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയ അവൻ്റെ കുട്ടി ജീവിച്ച് ഇരിക്കുന്നുള്ള ഒരു മരുന്നും ഗുളികളും പിന്നെയും നമ്മളിങ്ങനെ ഇറന്ന് മേടിച്ച് കൊടുക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ്. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഇവിടുന്ന് ഒരു 90 മീറ്റർ നടന്നും പോയാൽ ഇങ്ങനെ പോവും. നാക്കിൽ വെള്ളം വഴും. നായിൻ്റെ നാക്കിൽ വെള്ളം വഴുമ്പോൾ ഇങ്ങനെ വരും. ഒരു സൈഡ് തന്നെ വീണു. ഒരു സൈഡിൽ തന്നെ എത്ര 10-15 പേര് എടുത്ത് വിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവിടും. അപ്പോൾ ഇങ്ങനെ പോയി റൈറ്റ് സൈഡിൽ തന്നെ പോയി വീണു. എത്രയോ കുഴിയിലാണ് പോയി വീണത്. ഗുണശേഖരനെ കൂടാതെ 2 മക്കളായിരുന്നു പഴനി അമ്മാളിനുണ്ടായിരുന്നത്. ഒരാണും ഒരു പെണ്ണും. ആൺകുട്ടി 18ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. മകൾ വിവാഹിതയായെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. ആ മകൾ വീട്ടുജോലിക്ക് പോയാണ് ഗുണശേഖരനെയും അമ്മയെയും സംരക്ഷിക്കുന്നത്. ഈ അവസ്ഥയിലുള്ള മകനെ തനിച്ചാക്കി തൊഴിലുറപ്പ് പണിക്ക് പോകാനും പഴനി അമ്മാളിന് പറ്റുന്നില്ല. മക്കളെല്ലാവരും സഹായിച്ച് എൻ്റെ കുട്ടിക്ക് ഇതും കൂടി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ എൻ്റെ കുട്ടീനെ ഞാൻ ഇരിക്കുന്നവരെ കാണാലോ. ഞാൻ തൊഴിലുറപ്പിന് പോവും. എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോവാൻ വയ്യ. പിന്നെ ഞാനും ഒരു ആസ്മ സൂക്കേടുകാരിയാണ്. മാനസികമായിട്ടുണ്ട്, ടൈറോയ്ഡ് ഉണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ള ആളാണ്. എനിക്ക് 2 അടി നടക്കാൻ വയ്യ. ഞാൻ മോനെ നോക്കണത് വലിയ ഇത്. രണ്ടാമത് എൻ്റെ ഒരു കുട്ടി, ഭർത്താവില്ലാത്തൊരു കുട്ടിയാണ്, മഹാപാവമാണ്. അത് പണിയെടുത്താണ് ഞങ്ങൾ 2 ആളെയും നോക്കുന്നത്. എത്ര കാലം ആ കുട്ടി നോക്കും? അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. ഈ കാണുന്ന മക്കളെല്ലാം എൻ്റെ കുട്ടിക്ക് ഒരു സഹായം ചെയ്യണം. ഇപ്പം ചെയ്താൽ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. അവന് അച്ഛനില്ല. ഏകദേശം അവൻ ജനിച്ച ഉടനെ തന്നെ അവർ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ വേറെ അനിയനോ ഏട്ടനോ അല്ല, ഒരു പെങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ കുട്ടിയുടെ ഭർത്താവും മരണപ്പെട്ടു പോയി. ഇപ്പോൾ ആ കുട്ടി തൊഴിലുറപ്പ് പദ്ധതിക്കും പരിപാടിക്കൊക്കെ പോയിട്ടാണ് ഈ കുടുംബത്തെ ഇങ്ങനെ നോക്കുന്നത്. പിന്നെ കുറച്ച് സന്നദ്ധ സേവകരും ഉദാര മനസ്കരും ഒക്കെ കൊടുക്കുന്ന തുച്ഛമായ പൈസ കൊണ്ടും അതിൻ്റെ ഇരട്ടി മരുന്ന് തന്നെ വാങ്ങാൻ ഈ കുട്ടിക്ക് മരുന്ന് തന്നെ വാങ്ങാൻ വേണം. അപ്പോൾ ഇവിടെ ക്ലബിൻ്റെ ആളുകളൊക്കെ കൂടി ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയും മറ്റുമൊക്കെ പണം സമാഹരിച്ചിട്ട് കൊണ്ടാണ് മരുന്നിനുമൊക്കെ കൊടുക്കുന്നത്. ഇപ്പോഴെന്താ സംഭവിച്ചാൽ അടുത്ത ഒരു സർജറി 5 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സർജറി ഉടനെ നടത്തേണ്ടതുണ്ട്. അത് നടത്തിയില്ലെങ്കിൽ ഗുരുതരമായ മറ്റ് വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അവനെ ചികിത്സയ്ക്ക് ഒരു ഗതിയുമില്ല, ആരുമില്ല. ഒരമ്മ മാത്രം, വയ്യാത്ത അമ്മ. അവനെ കൊണ്ട് സ്ഥിരമായിട്ട് ഗുളിക വേണം. ഒരു മാസത്തിൽ 4000-3000 രൂപയ്ക്ക്. അതിനൊരു വകച്ചിലില്ല. ആരെങ്കിലും അവനെ വാങ്ങിക്കൊടുത്തിട്ട് വേണം ആ ഗുളിക കഴിക്കുക. അവൻ തീരെ സുഖമില്ലാതെ കുട്ടി, ഓർമ്മശക്തി ഇല്ല. അവന് തീരെ വയ്യാണ്ടപ്പോൾ ആരുടെയെങ്കിലും സഹായം കൊണ്ടാണ് അവൻ കഴിയുന്നപ്പോൾ ആവും. അതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. അവൾക്കൊരു പണിക്ക് പോകാൻ പറ്റില്ല. ഇനി ഒരു ഓപ്പറേഷൻ കൂടി വേണം. അതിനൊന്നും വഴിയില്ല. ഇങ്ങനെ ആരെങ്കിലും സഹായിച്ചാൽ ചെയ്യാച്ചിട്ടാണ് ഇരിക്കുന്നത്. ഗുണശേഖരന് ഇനിയുള്ള സർജറിക്ക് 5 ലക്ഷം രൂപയാണ് വേണ്ടത്. നല്ലവരായ പ്രേക്ഷകർ സഹായിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ സാധ്യമാകൂ. സുമനസ്സുകളുടെ സഹായമാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. സ്നേഹസ്പർശം ചെറിയ സഹായം ഇവർക്ക് നൽകുന്നു. സ്നേഹസ്പർശത്തിനു വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ടിലേക്കാണ് സഹായങ്ങൾ അയക്കേണ്ടത്. പീപ്പിൾസ് ഫൗണ്ടേഷൻ,
അക്കൗണ്ട് നമ്പർ 13890100112779. IFSC FDRL 0001389. ഫെഡറൽ ബാങ്ക് SM സ്ട്രീറ്റ് ബ്രാഞ്ച് കോഴിക്കോട്. കോൺടാക്ട് നമ്പർ 8943347541. സ്നേഹസ്പർശത്തിൽ വരുന്ന എല്ലാവർക്കുമായല്ലാതെ പ്രത്യേക വ്യക്തികൾക്ക് സഹായം അയക്കുന്നവർ അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8943347541 സ്നേഹസ്പർശം@mediaonetv.in എന്ന മെയിൽ ID അറിയിക്കേണ്ടതാണ്.